കഴിവുള്ള ചെറുപ്പക്കാരുടെ ചാകരയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ സിനിമയിലേക്ക് എൻട്രി കൂടുതൽ എളുപ്പമായ ഈ കാലത്ത് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉണ്ടെങ്കിൽ കഴിവുള്ള ആർക്കും സിനിമയിൽ എത്താം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിയേറ്ററിൽ തകർത്തോടുന്ന വാഴ 2 തന്നെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. റീൽസ് വഴി ചെറുപ്പക്കാർക്കിടയിൽ നല്ല ജനപ്രീതി നേടിയ താരങ്ങളാണ് ഈ സിനിമയിൽ നല്ലൊരു ശതമാനവും. മൊത്തത്തിൽ യുവത്വത്തിന്റെ പ്രസരിപ്പാണ് ഇന്നത്തെ മലയാള സിനിമ മുഴുവൻ. വാഴ 2 എന്ന ചിത്രത്തിലൂടെ ഹാഷിർ കൂടി മലയാള സിനിമയിലേക്ക് രാജകീയമായ ഒരു എൻട്രി നടത്തിയിരിക്കും. അസാധാരണമായ അഭിപ്രായം നേടി വാഴ 2 കുതിക്കുമ്പോൾ ഒന്നുറപ്പിക്കാം, പടത്തിലെ പിള്ളേർക്കൊന്നും ഇനി ചുമ്മാ ഇരിക്കേണ്ടി വരില്ല. സിനിമയിൽ നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്തി മുന്നോട്ട് പോയാൽ മാത്രം മതിയാകും സേഫായി നിലനിൽക്കാൻ. ഹാഷിറിനെ അടുത്ത സ്റ്റാറായി പലരും വാഴ്ത്തിക്കഴിഞ്ഞു. നസ്ലിനും പടക്കളം സന്ദീപിനുമെല്ലാം ഒത്ത എതിരാളിയായിരിക്കും ഹാഷിർ. സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലമായി തമാശ രൂപേണയെങ്കിലും ഒരു ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് നസ്ലിൻ ഫാൻസും പടക്കളം എക്കോ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സന്ദീപ് പ്രദീപിന്റെ ഫാൻസും തമ്മിലാണ്. നസ്ലിനോളം ജനപ്രീതി സന്ദീപ് നേടിയിട്ടില്ലെങ്കിലും പടക്കളം എന്ന ഒറ്റ ചിത്രത്തിലൂടെ സന്ദീപ് ഒരു ഹീറോ മെറ്റീരിയൽ ആണെന്ന് ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം വന്ന ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിൽ നസ്ലിനും സന്ദീപും ഒരുമിച്ച് വന്നു. സെൻട്രൽ ക്യാരക്ടർ നസ്ലിൻ ആയിരുന്നെങ്കിലും വലിയ ഷിഫാസ് എന്ന കഥാപാത്രമായി സന്ദീപ് നിറഞ്ഞാടിയിരുന്നു. കോമഡിയും മാസും നന്നായി വഴങ്ങുമെന്ന് പുള്ളി ചിത്രത്തിലൂടെ തെളിയിച്ചു. അതിനുശേഷമാണ് എക്കോ വരുന്നത്. മലയാള സിനിമ ഒന്നാകെ ഞെട്ടിയ പ്രകടനമായിരുന്നു ഈ ചിത്രത്തിൽ സന്ദീപിൻ്റെത്. അതിവിദഗ്ധമായും സൂക്ഷ്മമായും ക്യാരക്ടർ പിടിച്ചു ചെയ്യാനുള്ള കഴിവും വൈകാരിക രംഗങ്ങളിലെ ഇരുത്തമെന്ന പെർഫോമൻസും സന്ദീപിനെ ഒരു അപ്കമിങ് ബിഗ് തിങ് എന്ന നിലയിൽ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഒറ്റയ്ക്ക് ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാനുള്ള ബോക്സ് ഓഫീസ് പവർ സന്ദീപ് നേടി വരുന്നേ ഉള്ളൂ. പക്ഷെ ഒരു മികച്ച നടനായും താരമായും വളരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നസ്ലിൻ ഇപ്പോഴേ ഒരു താരമായി മാറിക്കഴിഞ്ഞു. നസ്ലിൻ വേഴ്സസ് പടക്കളം സന്ദീപ് ചർച്ചകൾ എക്കോ സിനിമയ്ക്ക് ശേഷം കൊടുമ്പിരി കൊണ്ടിരുന്നു. നസ്ലിൻ കൂടുതൽ ലൈറ്റ് ഹാർട്ടഡ് ബോയ് നെക്സ്റ്റ് ഡോർ കഥാപാത്രങ്ങളാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സന്ദീപിനെ സംബന്ധിച്ച് നിലവിൽ വ്യത്യസ്തമായ പല വേഷങ്ങളും ചെയ്യാൻ ശേഷിയുണ്ടെന്ന് തെളിയിച്ച നടനാണ്. അടുത്ത മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ പിള്ളേർ രണ്ടും ആയേക്കാം എന്ന രസകരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമന്റെ എൻട്രി. ഓൾറെഡി അന്യായ ഫാൻ ബേസ് സിനിമയ്ക്ക് പുറത്തു നിന്ന് തന്നെ ഉണ്ടാക്കിയതിനു ശേഷമാണ് ചെക്കൻ സിനിമയിലേക്ക് എത്തുന്നത് തന്നെ. ഇത് ഹാഷിറിന് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നുണ്ട്. നസ്ലിൻ, സന്ദീപ്, ഹാഷിർ ഇവർ 3 പേരുമായിരിക്കുമോ അടുത്ത നെക്സ്റ്റ് ബിഗ് 3 എന്ന ചർച്ചകൾക്ക് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഹാഷിറിന് ഒരു സിനിമാ താരം എന്ന നിലയിൽ ഇനിയും കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. എങ്കിലും വാഴയിലൂടെ ഹാഷിർ കോമഡിയും വൈകാരിക രംഗങ്ങളും ആക്ഷനും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ചിത്രത്തിൽ ഒരു സ്റ്റാർ ഓറയും ഹാഷിർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇത് തന്നെയാണ് ഹാഷിർ ഒരു സ്റ്റാർ മെറ്റീരിയൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണവും. വാഴ 2 വൻ വിജയമായതോടെ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ സിനിമാ വ്യവസായത്തിൽ ഒരു ഷുവർ പ്രോഫിറ്റബിൾ ആക്ടറായി മാറാൻ ഹാഷിറിന് കഴിയുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ മികച്ച പല ഓഫറുകളും ഹാഷിറിനെ കാത്തിരിക്കുന്നുണ്ടാവും. വാഴ 2 ഒരു അസാധാരണ വിജയമായതുകൊണ്ട് ഹാഷിറിനെ തേടി ഇനി വലിയ പ്രൊജക്ടുകൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഇത് മറ്റ് 2 പേരെ അപേക്ഷിച്ച് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നസ്ലിന്റെയും വളർച്ച പെട്ടെന്നായിരുന്നുവെങ്കിലും പടിപടിയായി തന്നെയാണ് നസ്ലിൻ വളർന്നത്. പക്ഷേ പടികൾ വളരെ വേഗത്തിൽ കയറിയെന്ന് മാത്രം. സഹനടൻ വേഷത്തിൽ നിന്ന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും സിനിമയിൽ തുടർന്ന് ഒരു സ്ഥിരം ഫേസായി മാറാനും നസ്ലിന് കഴിഞ്ഞു. അതിനുശേഷം ഹീറോ ആയി മാറി. പ്രേമലു കൂറ്റൻ വിജയമായതിനു ശേഷം കേരളത്തിന് പുറത്തും ജനപ്രീതി നേടാൻ നസ്ലിന് കഴിഞ്ഞു. തുടർന്ന് വന്ന ലോക ഇൻഡസ്ട്രി ഹിറ്റും കൂടിയായതോടെ ജനപ്രീതി ഒന്നുകൂടി വർദ്ധിക്കുകയും കേരളത്തിന് പുറത്തുള്ള പോപ്പുലാരിറ്റി ഇരട്ടിയാവുകയും ചെയ്തു. എന്നാൽ ഹാഷിറിന് അത്ര പോലും സമയം ഇനി വേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. ആദ്യ സിനിമയ്ക്ക് മുമ്പ് തന്നെ ഇത്രയും പോപ്പുലാരിറ്റി ഒരുപക്ഷെ മറ്റാർക്കും അവകാശപ്പെടാനില്ല എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഒരു പ്രോഫിറ്റബിൾ തിയേറ്റർ ഇനീഷ്യൽ ഉണ്ടാക്കാൻ ഹാഷിറിന് ഇനി അങ്ങോട്ട് ഈസിയായി സാധിക്കും. ഇനി ഏതാനും വ്യത്യസ്തമായ ചിത്രങ്ങൾ കൂടി ലഭിച്ചാൽ ഹാഷിർ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും ബോക്സ് ഓഫീസ് പവറുള്ള ന്യൂജൻ താരം. നസ്ലിന്റേതായി ഇനി വരാനുള്ളത് അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ് ആണ്. പിന്നെ ആസിഫ് അലിയോടൊപ്പം ടിക്കി ടാക്ക, അമൽ നീരദിനൊപ്പം ബാച്ചിലർ പാർട്ടി 2, തരുൺ മൂർത്തിയുടെ ടോർപിഡോ തുടങ്ങിയ വൻ ചിത്രങ്ങൾ മാത്രം. നസ്ലിന് ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തുടർച്ചയായി കൊമേഴ്ഷ്യൽ സക്സസുകളുള്ള സിനിമകൾ തന്നെ കിട്ടി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടും വിജയ സാധ്യതകളുള്ള ചിത്രങ്ങൾ തന്നെയാണ് എല്ലാം. സന്ദീപിന്റേതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, അതായത് മിന്നൽ മുരളി, RDX തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച പ്രൊഡക്ഷൻ കമ്പനിയുടെ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോമിസിംഗ് വർക്കായിരിക്കും ഇത്. ഒരു പയ്യൻ ഇമേജിൽ നിന്നും കുറച്ചുകൂടി മെച്യൂർഡ് കഥാപാത്രങ്ങൾ ചെയ്യാൻ സന്ദീപിന് അപ്പർ ഹാൻഡ് ഉണ്ട്. നസ്ലിനേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്ടർ സന്ദീപാണ്.
എല്ലാം കൊണ്ടും ഇനി ഒരു ബോക്സ് ഓഫീസിൽ നല്ല പെർഫോമൻസ് നടത്തുന്ന ചിത്രം കൂടി ലഭിച്ചാൽ സന്ദീപിന് കാര്യങ്ങൾ കൂടുതൽ സേഫ് ആയിരിക്കും. നസ്ലിനാണെങ്കിൽ കഴിവുകൾ ഓരോന്നോരോന്നായി അൺലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്ത ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ നിന്നുള്ള മാറ്റമായിരിക്കണം സുന്ദർ നായിക്കിന്റെ മോളിവുഡ് ടൈംസ് എന്ന പടം. സംവിധായകന്റെ മുൻ ചിത്രമായ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് പോലെ ഒരു പക്ക നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായേക്കാം ഇത്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആക്ടർ എന്നുള്ള രീതിയിൽ നസ്ലിൻ കൂടുതൽ വളരുന്നത് നമുക്ക് ഓരോ ചിത്രം കഴിയുന്തോറും മനസ്സിലാക്കാവുന്നതാണ്. മോളിവുഡ് ടൈംസിലെ ഈ അടുത്തിറങ്ങിയ ഒരു ഗാനത്തിൽ ഫാസ്റ്റ് മൂവ്മെന്റ്സുമായി നസ്ലിൻ ഈസിയായി ഡാൻസും ചെയ്യുന്നുണ്ട്. ഓരോ ഏരിയയായി ചെക്കൻ മാർക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അതേസമയം ഹാഷറിന്റെ കോമഡി ടൈമിംഗ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. വാഴയിലാകട്ടെ മാസും വൈകാരിക മുഹൂർത്തങ്ങളും നന്നായി വഴങ്ങുമെന്ന് പുള്ളി തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. യൂത്തിനിടയിലാണെങ്കിൽ അന്യായ സപ്പോർട്ടുമുണ്ട്. ഇനി അങ്ങോട്ട് ഡിഫറെന്റ് ജോണർ സിനിമകൾ ചെയ്ത് എല്ലാ പ്രായ വിഭാഗത്തിനുമുള്ള സപ്പോർട്ടും കൂടി നേടിയെടുത്താൽ ചിലപ്പോൾ ഹാഷർ ആയിരിക്കും ഈ ഏജ് ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർ. ഇവർക്കെല്ലാം മുന്നേ വന്നവൻ നീയ എന്ന് മേരി ടീച്ചർ പറയും പോലെ നമുക്ക് മുന്നിലെത്തിയ മറ്റൊരു താരമായിരുന്നു ഷെയ്ൻ നിഗം. ഒരു മികച്ച നടൻ എന്ന നിലയിൽ പേരെടുത്ത താരം തന്നെയാണ് ഷെയ്ൻ നിഗം. കോമഡി കഥാപാത്രങ്ങൾ മാത്രമേ പുള്ളി ഇനി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതോടൊപ്പം നല്ല ബോക്സ് ഓഫീസ് വിജയങ്ങൾ കൂടി ആവശ്യമാണ്. കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം നല്ല വേഷങ്ങൾ വന്നിരുന്നുവെങ്കിലും മിക്ക സിനിമകളും അത്ര വിജയമായിരുന്നില്ല. അതോടൊപ്പം ചില അനാവശ്യ വിവാദങ്ങളിലും ചെന്നു ചാടി. ഇതിനുശേഷം വന്ന ചിത്രമാണ് ഭൂതകാലം. ഞെട്ടിച്ച പ്രകടനം തന്നെയായിരുന്നു ഭൂതകാലത്തിലേക്ക്. അതിനുശേഷം RDXും വിജയമായതോടെ ഷെയ്ൻ നിഗം സജീവമായതാണ്. എന്നാൽ സിനിമകൾക്കിടയിൽ വരുന്ന ഗ്യാപ്പ് ഒരു പ്രശ്നമായിരുന്നു. കൂടാതെ യുവതാരങ്ങളുടെ ഒരു കുത്തൊഴുക്ക് കണ്ട സമയം കൂടി ആയതിനാൽ ഷെയ്ൻ നിഗത്തിന്റെ സ്റ്റാർഡം മെല്ലെ കുറഞ്ഞു വന്നു. അവസാനം ഇറങ്ങിയ ബൾട്ടി പോസിറ്റീവ് അഭിപ്രായമായിരുന്നെങ്കിലും പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിച്ചില്ല. നല്ല സിനിമകൾക്ക് ശേഷം വരുന്ന ഗ്യാപ്പും ചില മോശം സിനിമകളുമാണ് ഷെയ്ൻ നിഗത്തിന്റെ ജനപ്രീതിയെ ബാധിച്ചത്. കൂടാതെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ നേടിയ സിനിമകൾ അധികം ഇല്ലാത്തതും. പക്ഷെ ഗംഭീരമായ ടാലന്റ് ഉള്ളത് കൊണ്ട് ഒരിക്കലും വീട്ടിലിരിക്കേണ്ടി വരില്ല. ജനപ്രീതിയും തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. തണ്ണീർമത്തൻ മാത്യൂസിനാകട്ടെ സജീവമായി സിനിമകൾ ഉണ്ടെങ്കിലും അധികവും ലോ ബജറ്റ് ചെറിയ സിനിമകളായതും മിക്കതും പരാജയമാകുന്നതും കാരണം പതിയെ ജനശ്രദ്ധയിൽ നിന്ന് മാറുന്നുണ്ട്. കൂടാതെ സ്വതസിദ്ധമായ ഒരു ശൈലി ഇല്ലാത്തതും ഒരു മെച്യൂരിറ്റി ലുക്കിലേക്ക് ഇപ്പോഴും എത്താത്തതും ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ബ്രൊമാൻസ്, നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്നിവ ആവറേജ് വിജയങ്ങളായിരുന്നുവെങ്കിലും ഇവയ്ക്കിടയിൽ ഒരുപാട് പരാജയപ്പെട്ട സിനിമകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ നിലവിലെ അവസ്ഥയിൽ നസ്ലിൻ, ഹാഷിർ, സന്ദീപ് ഇവർ 3 പേരും ആരോഗ്യകരമായ മത്സരം കാഴ്ചവെച്ച് വളരാനാണ് സാധ്യത. അവസാനമായി ഇതെല്ലാം ജസ്റ്റ് വിശകലനവും പ്രഡിക്ഷനും മാത്രമാണ്. ഒരു വെള്ളിയാഴ്ച മതി തലവര മാറാൻ എന്ന് പറയും പോലെ മറ്റാരെങ്കിലും അടിച്ചു കയറിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇത് സിനിമയാണ്. എന്താണ് മലയാള സിനിമയിലെ ഈ ഇളമുറക്കാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.